ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മട്ടൻ കറിയാണ്. അതിനായി 1.5 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 8 സവാള എടുത്തിട്ടുണ്ട്. ഇതിൽ പകുതി സവാളയും പകുതി ചെറിയ ഉള്ളിയും ചേർത്താലും വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഇതുപോലെ 3 കഷ്ണം ഇഞ്ചിയും ഒരു 20 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടനൊക്കെ കൂടെ ഒരു കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അതൊന്ന് വേവിച്ചെടുക്കണം. അതിനായി 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും അതുപോലെ 2 ടീസ്പൂൺ പെപ്പർ പൗഡറും പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. ഈ പൊടികളെല്ലാം മട്ടണിലേക്ക് നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് പ്രഷർ കുക്കറിൽ ഇത് വേവിച്ചെടുക്കാം. ഓരോ മട്ടൻ്റെ വേവ് അനുസരിച്ചിട്ട് നോക്കി വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അത് എണ്ണയിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 3 മിനിറ്റോളം ഇതിൽ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതിന് ശേഷമാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള ഇതേപോലെ സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഈ സവാളയൊക്കെ വഴന്ന് വരാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പ് എപ്പോഴും നോക്കി വേണം ഇടാൻ, കാര്യം നമ്മൾ ഓൾറെഡി മട്ടണിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയൊക്കെ ഒരു നന്നായിട്ട് വഴന്നതിന് ശേഷമാണ് ഞാൻ പൊടികളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതും ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, കാരണം ഓൾറെഡി മട്ടണിൽ മുളക് പൊടിയും പെപ്പർ പൗഡറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി 2 ടീസ്പൂൺ പെപ്പർ പൗഡറും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാലയാണ്. അതും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പില അതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേവിയിലേക്ക് നന്നായിട്ട് വഴന്നിട്ടുള്ള ഗ്രേവിയിലേക്ക് മട്ടൺ വേവിച്ച വെള്ളം ആദ്യം ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് ഒരു 5 മിനിറ്റോളം ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം വേണം നമ്മൾ വേവിച്ച മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. മട്ടൺ ചേർത്തതിന് ശേഷം മൊത്തം ഒന്ന് നന്നായിട്ട് ഗ്രേവിയൊക്കെ ഇതിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യണം. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ മട്ടണിലേക്കൊന്ന് നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമ്മുടെ മട്ടൺ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.